രക്ഷനെ കുറിച്ചാണ്, ദൈവത്തെക്കുറിച്ചാണെന്ന് നിങ്ങൾ പലതും കേട്ടിട്ടുണ്ടെങ്കിൽ സകല മനുഷ്യരുടെ രക്ഷയ്ക്കായി കടന്നു വന്ന കർത്താവ് യേശു ക്രിസ്തു ദൈവം ഇപ്രകാരം പറയുന്നു, വ്യക്തിപരമായി വ്യവസ്ഥയില്ലാതെ നീ ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നെ ആഴമായി സ്നേഹിക്കുന്നു. ഈ സ്നേഹം നീ അനുഭവിക്കണമെന്ന് ദൈവം അത് ആഗ്രഹിക്കുന്നുണ്ട്. അത് നീ പങ്കുവെക്കണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു. അങ്ങനെ നീയും നിന്റെ കുടുംബവും നിന്റെ ജീവിതവും അനുഗ്രഹപ്രദമായിരിക്കാൻ തക്കവണ്ണം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ഇതാ ഞാൻ പാടിയ പാട്ടിലൂടെ നിങ്ങൾ കേട്ടല്ലോ. കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനോ നീ. കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ. കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. ഇന്ന് അനേക ജീവിതങ്ങൾ നമുക്ക് കാണാൻ കഴിയും. കഴിഞ്ഞ 2024 1000-ൽ പരം വ്യക്തികളാണ് ഈ കേരളത്തിൽ ആത്മഹത്യ ചെയ്തത്. കാരണം നിരാശ കൊണ്ടും ദുഃഖം കൊണ്ടും പ്രയാസം കൊണ്ടും സാമ്പത്തികമായി ഞെരുക്കം കൊണ്ടും വിവിധങ്ങളായ കാര്യത്തിൽ ആത്മഹത്യ ജീവിക്കുന്ന ജീവിതങ്ങളാണ് ആത്മഹത്യ ചെയ്യുന്നത്. അതാ ഞങ്ങൾ പ്രഘോഷിക്കുന്ന കർത്താവ് യേശു ക്രിസ്തു സകല മനുഷ്യ പാപങ്ങൾക്ക് വേണ്ടി അവൻ പൂർണ്ണമായി തന്നെ ബലിയായി സമർപ്പിച്ചുകൊണ്ട് മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി അവൻ തന്നെ ബലിയായി അർപ്പിച്ചുകൊണ്ട് അവൻ ബലിയായി തീർന്നിരിക്കുന്ന 2025 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യന് വേണ്ടി ബലിയായി തീർന്ന ഒരു ക്രിസ്തുവിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. അവൻ എന്നെ കരുതുവാൻ ശക്തനാണ്. എല്ലാവരും നിന്നെ മറന്നാൽ ഞാൻ നിന്നെ മറന്നിടുമോ. എല്ലാവരും നിന്നെ മറന്നാൽ ഞാൻ നിന്നെ മറന്നിടുമോ. ഒരു കാമുകനെ കിട്ടിയപ്പോൾ 2.5 വയസ്സായ കൊച്ചിനെ കടലിന്റെ ഭിത്തിക്ക് എറിഞ്ഞു കൊന്നിട്ട് കാമുകന്റെ കൂടെ പോയ കാമുകയെ കുറിച്ച് നമുക്കറിയാം. നമ്മളെല്ലാവരും നമ്മുടെ ഹൃദയത്തിൽ ജീവിക്കുന്ന ചില വാർത്തകളാണ്. എന്നാൽ എല്ലാവരും നിന്നെ മറന്നാൽ ഞാൻ നിന്നെ മറന്നിടുമോ. എന്റെ കരത്തിൽ നിന്നെ വഹിച്ചു എന്നും നടത്തിടും കരയിൽ. എന്റെ കരത്തിൽ നിന്നെ വഹിച്ചു എന്നും നടത്തിടും കരയിൽ. കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ. കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ സ്നേഹം നിങ്ങൾക്ക് എന്നെ ശബ്ദം കേൾക്കുന്ന പലർക്കും ദൈവത്തിന്റെ സ്നേഹം അറിയാൻ കഴിയുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അത് മറ്റൊന്നുമല്ല, അവരവരുടെ സാധിക്കാതിരിക്കാൻ കാരണം നമ്മിലുള്ള പാവാവസ്ഥയാണ്. നമ്മളുടെ പാവാവസ്ഥ വിശുദ്ധന്റെ ഗ്രന്ഥം ഇപ്രകാരം പറയുന്നു, മല പോലെ നീ ചെയ്തു